അഫോർഡബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് ആയാലും 200 അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ദിസ് ഇസ് മൈ ശില്പ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ, ഐ എം ശില്പ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ധാരാളം ബ്യൂട്ടി കോണ്ടൻറ്റ്സ്, ഫൺ കണ്ടൻറ്റ്സ്, ചാലഞ്ചസ്, എഡ്യൂക്കേഷൻ ആൻഡ് വാട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ പഴയ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഇനിയുള്ള നല്ല നല്ല അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടും ഫ്രണ്ട്സിനോട് പറയാനായിട്ടും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യുന്നിട്ടില്ലെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാം. അതിനകത്ത് ഞാൻ സ്റ്റൈലിംഗ് വീഡിയോസും അതുപോലെ തന്നെ സെൽഫ് പോർട്രേറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ Q&A കാര്യത്തിൻ്റെ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്സ് എടുക്കുന്നത് അവിടെയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു കോണ്ടൻറ്റ്സ് ആയിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് വരും. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വീഡിയോ. നമ്മളിന്ന് പറയാൻ പോകുന്നത് നൈക്കാ ഹാളിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മളിന്ന് നൈക്കാ ഹാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറൊന്നുമില്ല, അത് ഞാൻ ലേറ്റസ്റ്റ് നൈക്കയിൽ ഹോട്ട് പിങ്ക് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 40%, 50% ഒക്കെ ഓഫേഴ്സ് ഓൺ ബിഗ് ബ്രാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാനും നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ ധാരാളം വട്ടം അപ്ഡേറ്റ് ചെയ്തു ഞാൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്ത് പറയാറുണ്ട് കേട്ടോ, പലതിന് ഡിസ്കൗണ്ട് കോഡ്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു, അതുപോലെ തന്നെ ഞാനും വിചാരിച്ചു ഞാനും വാങ്ങാമെന്ന്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ്, അതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങൾ കാണിച്ചു തരാം. എത്ര സാധനം ഉണ്ടെന്ന് കാണിച്ചു. ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് എല്ലാം കൂടെ ലൈക്ക് ഓവറോൾ മൈ കാർട്ട് വാല്യൂ എന്ന് പറയേണ്ടായിരുന്നത് 1699 ടു ബി എക്സാക്ട്. അതായിരുന്നു എൻ്റെ കാർട്ട് വാല്യൂ. പക്ഷേ ഫണ്ണി പോയിന്റ് ഇതാണ്, ഞാൻ മുന്നേ 2 സാധനമൊക്കെ ഇടുമ്പോഴത്തേക്ക് സംഭവം 699 ഒക്കെ ആവാറുണ്ട്. അപ്പോൾ ഞാൻ പ്രാവശ്യം വിചാരിച്ചു നമുക്ക് കുറഞ്ഞ റേറ്റിൽ എത്രത്തോളം സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്നായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ മെയിൻ എയിം. അപ്പോൾ ഞാൻ എന്തായാലും എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ ആ പൈസ കൊണ്ട് കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഡിലീറ്റൊക്കെ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അധികം ലാഗ് അടിച്ച് വൈകിപ്പിക്കുന്നില്ല. സോ നമുക്ക് എന്താണ് പരിപാടി? സത്യം പറയാനാണെങ്കിൽ ഓരോ ഇതിലൊന്ന് അതിൽ വേറെ കുറച്ചായിട്ടാണ് വന്നത്. ഞാൻ ടോട്ടൽ 10 പ്രോഡക്റ്റ്സ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തു, കാരണം അത് ഇൻ കളറിൻ്റെ കൺസീലർ ആയിരുന്നു. ഞാനത് ലാഗുകളിൻ്റെ കൺസീലറായിട്ട് കുറച്ച് സിമിലാരിറ്റി തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് അത് വാങ്ങിയത്. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് കാണാം. അപ്പോൾ ഇത് ആദ്യം തുറക്കാം അല്ലേ. ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതായി ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. MRP വന്നിട്ട് 249 ആണ്. ഫേസസ് കാനഡയുടെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് എനിക്ക് 187 ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ്വുഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പാക്കേജിങ്. എനിക്ക് തോന്നുന്നു മാക്കിൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് പാക്കേജിങ്ങിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനിതൊരു കുറച്ചും കൂടി ഒരു പിങ്കിഷ് റെഡിഷ് ആണെന്ന് വിചാരിച്ചത്. ഇത് കുറച്ചും കൂടി ഒരു ബ്രൗൺ റെഡ് മിക്സ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ലുക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ പക്ഷേ എക്സ്പെക്ട് ചെയ്ത കളറല്ല വന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ്വുഡ് 19 ആണ് കേട്ടോ. വേണമെങ്കിൽ നോക്കാം, ചെക്കൗട്ട് ചെയ്യാം. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുള്ളത് ഫേസസ് കാനഡയുടെ അൾട്ടിമേറ്റ് പ്രോയിലെ ഇൻറ്റൻസ് മാറ്റ് ഇതാണ്. ഇതിൽ വന്നിട്ടുള്ള ഒന്നല്ല കേട്ടോ, ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാഷ് ഓഫ് പിങ്ക് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ കാണിച്ചത്. അതിൻ്റെ MRP എനിക്ക് തോന്നുന്നു 699 സംതിങ് ആണ്. പക്ഷെ അത് ഞാൻ സെയിലിൽ വാങ്ങിയതല്ല, മുന്നെപ്പോഴും വാങ്ങിയതാണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനമാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ട് മാറ്റ് പ്ലസ് പോർലെസ് ആണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ബീജാണ്. നാച്ചുറൽ ബീജാണ് 220. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പണ്ടൊരു ഡാർക്കർ ടോഫി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതെനിക്ക് നല്ല ഡാർക്കായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു, നല്ല ഡാർക്ക് ഷെയ്ഡായിരുന്നു. പക്ഷേ അതെനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ, എൻ്റെ കംപ്ലീറ്റ് ഫിനിഷൊക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ കളർ വാങ്ങണമെന്ന്.
എന്നിട്ട് ഞാൻ നമ്മുടെ ശ്രുതിനോട് ചോദിച്ചു, ശ്രുതി സത്യൻ. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ അവളുടെ കളറും ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് തന്നെയായിരിക്കും എൻ്റെയെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് കളറ് കുറച്ച് ലൈറ്ററായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതിലും നമ്മുടെ അടുത്ത മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന്. സോ ഇന്നലെ ജസ്റ്റ് വന്നിട്ടും അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് കാണാം. പക്ഷേ അതിൻ്റെ MRP വന്നിട്ട് 299 ആണ് കേട്ടോ. ഇത്രയും കുട്ടിപ്പിക്കിരി പാക്കേജിങ്. ഇത് ഇത്രയേ ഉള്ളൂ സാധനം. ഞാൻ കാണുമ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ചും കൂടെ വലുതാവുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ഇത്രയെങ്കിലും എക്സ്പെക്ട് ചെയ്തു, നടന്നില്ല. കാരണം നോ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പ്രോഡക്റ്റ് 2 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത് ഞാൻ പണ്ട് കളർ ബാറിൻ്റെ ഗോൾഡൻ കളർ ലൈനർ എൻ്റെ ഫ്രണ്ടിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് എനിക്ക് ഗോൾഡൻ കളർ ലൈനർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ലാക്മേയുടെ ഈ ഒരു സെറ്റ് വാങ്ങാൻ 99 റുപ്പീസ് അങ്ങനെ എന്തായാലും കേട്ടോ. ഓക്കെ, ഇത് ഗോൾഡൻ ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും ഇതിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ വരുന്ന ഒരു ഇതിലൊക്കെ കാണിക്കുന്നുള്ളതായിരിക്കും. എന്നിട്ട് ഇത് ഞാൻ കുറേ നാളുകളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന പാലറ്റാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കളർ ഐക്കൺ 12 അൾട്രാ പ്രൊഫഷണൽ ഷെയ്ഡ്സ് പാലറ്റാണ്. ഇതിൻ്റെ നമ്പർ 4 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പാക്കേജിങ് ഒക്കെയാണ്. കണ്ടോ. ഓക്കെ, അപ്പോൾ നല്ല പാക്കേജിങ് ഒക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ട്രൈപോഡൊക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ട്. പിഗ്മെൻറ്റേഷൻ വലിയ സീനില്ല, കുഴപ്പമില്ലാത്ത പിഗ്മെൻറ്റേഷനാണിതാ. ഇത് കണ്ടോ, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ചും കൂടെ മിനിമം ഒരു കുറച്ചുണ്ടെങ്കിലും മാറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം ഗ്ലിറ്ററി ഷെയ്ഡ്സാണ് സാഡ്ലി. കാരണം നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ലുക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാറ്റ് ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതാവുക. പക്ഷെ എനിക്ക് കിട്ടിയത് ഗ്ലിറ്ററി ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് 254 റുപ്പീസിനാണ് കേട്ടോ. അടുത്തത് ഇവിടെ കഴിഞ്ഞു. ഇവിടെയൊന്നുമില്ല, അടുത്ത കഴിഞ്ഞ നോ മേക്കപ്പ് ലുക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ഐബയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലിപ്സ്റ്റിക്. ഇത് വന്നിട്ടുണ്ടായിരുന്നത് 84 റുപ്പീസോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് വന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് പിങ്ക് നെക്ടർ ആണ്. അപ്പോൾ ഇതൊരു നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു സ്കിൻ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് സ്യൂട്ട് ആവും ഫോർ ന്യൂഡ് ലുക്സ്. ഓക്കെ, ന്യൂഡ് ലിപ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല പാക്കേജിങ് ഒക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് തുറന്നൊന്നും പോയില്ല. ഞാൻ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് പോയി പുറത്ത്. അപ്പോൾ തുറന്നൊന്നും പോയില്ല. അപ്പോൾ എനിക്ക് അതായിരുന്നു ഒരു പേടി. ഇതിൻ്റെ നമ്പർ 885 ആണ്. ഐബയുടെ ഞാൻ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇതിൽ പാരബൻ ഫ്രീ, ക്രുവാലിറ്റി ഫ്രീ, നോ അനിമൽ ടെസ്റ്റിംഗ് എന്നൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഞാൻ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതിൽ നോ ആൽക്കഹോൾ, നോ പോർക്ക് അനിമൽ ഡിറൈവേറ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ MRP 210 റുപ്പീസാണ്. ഞാൻ ഒന്ന് നൈക്കയുടെ സോ മാറ്റ് മിനി എന്ന് പറഞ്ഞിട്ടുള്ള പീക്കിരി ലിപ്സ്റ്റിക്സ് ആണ്. കുറേ ഒന്നുമില്ല കേട്ടോ, 2 വാങ്ങിയിട്ടുള്ളൂ. ഇത് വന്നിട്ട് സിനമൺ ക്രഞ്ചാണ്. ഞാൻ സത്യം പറയാനാണെങ്കിൽ ആ ഷെയ്ഡ് കുറച്ചും കൂടി ഒരു വേറൊരു ഷെയ്ഡ് ഞാൻ ഉദ്ദേശിച്ചത് പറയാറിയില്ല ഷെയ്ഡ്. ഓക്കെ, പക്ഷേ ഇത് രണ്ടും ഏകദേശം ഭയങ്കര ന്യൂഡായി. ഇത് ഫുള്ളി ന്യൂഡാണ്, അത് കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ സിനമൺ ക്രഞ്ച്. ഇത്രയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ സൈസ്. അത് തന്നെ ആദ്യം കാണിച്ചിട്ട് ഇത്രയേ ഉള്ളൂ സാധനം. 199 അതിന് മുകളിൽ എന്താണ് ഇതിൻ്റെ റിയൽ MRP. പക്ഷെ അതിലും 100 സംതിങ്ങിന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര റിഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സൈസ് ഉണ്ടാക്കാം. വളരെ ചെറുതാണിത്. ഇത്രയേ ഉള്ളൂ സാധനം, പെട്ടെന്ന് തീരും. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി തൊട്ട് കുഞ്ഞു സാധനങ്ങളാണ് വാങ്ങുന്നുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് ലിപ്സ്റ്റിക്സ് മതി പല ഷെയ്ഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഒരേ ഷെയ്ഡ് തന്നെ കിട്ടണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മളുള്ളതൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ റേറ്റ് കുറയ്ക്കാറുണ്ട്. മിനിയിൽ വലുതിന് ഞാൻ പറയണില്ല റേറ്റ് കുറയ്ക്കണമെന്ന്. അവരിനി ബ്രാൻഡ് കാണിക്കാനോ ഇനി റേറ്റ് കുറച്ചില്ലെങ്കിൽ തന്നെ ഇതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ള സംഭവമൊന്നുമില്ല. കുഴപ്പമില്ല എന്നൊരു പറയാനേ പറ്റുള്ളൂ. ഭയങ്കര അപാര പിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല. കാരണം എൻ്റെ ഈ മുകളിലത്തെ ലിപ്സ് കുറച്ച് ഡാർക്ക് അല്ല, താഴെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ഡാർക്കറാണ് മുകളിലത്തെ ലിപ്സ്. അതെനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇങ്ങനത്തെ ഷെയ്ഡാണ് ഇത് പറഞ്ഞത്. എൻ്റെ ഷെയ്ഡാണെങ്കിൽ എൻ്റെ ഒരു സ്കിൻ കളർ ആണെങ്കിൽ നിങ്ങൾക്കിത് മാച്ച് ആയിരിക്കും. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ വാഷ്ഡ് ഔട്ടോ. നൈക്കയുടെ തന്നെ പീക്കിരി എന്താ പറയുക
ഇത് വന്നിട്ട് റേസി റോസ് ആണ്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചത് വളരെ പിങ്കി ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓൾമോസ്റ്റ് ഈ ഒരു കളറൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നതൊരു പേർപ്പിൾ അണ്ടർടോണിനൊക്കെ ഉള്ള കളർ വേണമെങ്കിൽ പറയാം. ഇതാണ് സംഭവം. കണ്ടോ, ഭയങ്കര പീക്കരിയാണ് കേട്ടോ, ഭയങ്കര കുട്ടി പിറ്റി സാധനമാണ്. പക്ഷേ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. മീൻ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ടെടുക്കാം. ഇതാണ് എൻ്റെ കളർ. ഓക്കെ, ഇതാണ് എൻ്റെ കളർ വന്നിട്ട് ആണ് എൻ്റെ കുട്ടി പിഗിരി, അടുത്ത കുട്ടി പിഗിരി. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടോ. ഈ ഐബയുടെ മൈസലർ വാട്ടറാണ്. ഇതെനിക്ക് നല്ല ഡീലിനായിട്ട് കിട്ടിയത്. ഇതെനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ MRP വന്നിട്ട് 150 റുപ്പീസാണ്. എനിക്ക് 94 അങ്ങനെ എന്താണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അടുത്ത എൻ്റെ ആമസോൺ ഹാളിലൊരു മേക്കപ്പ് ഇറേസറിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അതാണ് ദ റെവല്യൂഷണറി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടോ. ഇത് വന്നിട്ട് ഇത് വരുന്നതിന് 2-3 ദിവസം മുന്നേ വന്നതാണ് ഇത്. പിന്നെ ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. നോർമലി നമുക്കൊരു കുപ്പിനകത്ത് ഇത്രയൊക്കെയല്ലേ വരുള്ളൂ, ലൈക്ക് ഒരു ഫുൾ ബോട്ടിൽ തന്നെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിളായിട്ടും ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ എടുക്കേണ്ട ഉപയോഗിക്കാം. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് ഈ ഫിറ്റ്മിയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാൻ ആക്ച്വലി ലൂസ് പൗഡറാണ് വാങ്ങാൻ പോയത്. പിന്നെ അതിന് ഇതിനേക്കാളും റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വാങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇനി ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനം. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻ്റെ ഷെയ്ഡ് ലൈറ്റ് ബേജ് ആണ്. ഇതും എനിക്ക് തോന്നുന്നു കുറച്ച് ലൈറ്റാണ്. പിന്നെ ഒരു മാതിരി മണം കിട്ടും. ഇതെന്ത് മണമെന്ന് മനസ്സിലായില്ല. പണ്ടത്തെ ഈ ടാൽക്കം പൗഡറിൻ്റെ ഒക്കെ ഒരു മണം. അപ്പോൾ ഇത് മാറ്റ് പ്ലസ് പോർലെസ് ആണ്. കോമ്പാക്ട് പൗഡർ 20A PA+++ ഉണ്ട്. 3 പ്ലസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് 12 hours ഓയിൽ കൺട്രോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെനിക്ക് കിട്ടിയത് 100 റുപ്പീസിനാണ്. കണ്ടോ, എനിക്ക് പാക്കേജിങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു നല്ലൊരു കൂൾ പാക്കേജിങ് ആണ്. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്തൊരു സ്പഞ്ച് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. കുറച്ച് ലൈറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ ലോറിയാലിൻ്റെ എൻ്റെ ഷെയ്ഡാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ പേഴ്സണലി ഒരു 1 ഷെയ്ഡോ അല്ലെങ്കിൽ കുഞ്ഞി ഷെയ്ഡ് ഡാർക്കറാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. എനിക്ക് ലൈറ്റർ കൺസീലറിനോടോ ലൈറ്റർ സാധനങ്ങളിനോടോ ഒരു താല്പര്യമില്ല ആസ് ഫോർ നൗ. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഒരു ഷെയ്ഡ് ഡാർക്കറാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വളരെ കുട്ടി ഹോട്ട് പിങ്ക് സെയിൽ നൈക്ക ഹാൾ. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു നൈക്ക ഹാൾ തന്നെ വലുതായിട്ട് വളരെ വലിയ സംഭവങ്ങളൊക്കെ വാങ്ങി കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞി ഹാൾ. പക്ഷേ ഐ ആം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. എനിക്കൊരു ഇത്തിരി ഇതൊക്കെ കുറച്ച് ലൈറ്റായതൊരു സംശയമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇനി എന്തായാലും ഹാളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ വന്ന് കാണുക. പേർപ്പിളിൽ ഇതേപോലെ സെയിൽ നടക്കുന്നുണ്ട്. അതിൽ നൈബയുടെ ഒക്കെ ലിപ്സ്റ്റിക്സ് കുഴപ്പമില്ല. മോയ്സ്ചറൈസിങ് ദാറ്റ് മീൻസ് ആർഗൻ ഇൻഫ്യൂസ്ഡ് ഒക്കെ അതിനകത്തുണ്ട്. അതിലൊക്കെ നല്ല ഓഫേഴ്സ് തന്നെ വരും ഉറപ്പ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉള്ളത്, അതുപോലെ തന്നെ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആവണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ പറയണം. പിന്നെ നിങ്ങൾ സജഷൻസ് ആണെങ്കിൽ പറയണമെങ്കിൽ കുറച്ച് ഇയറിംഗ് കളക്ഷൻ, ജ്വല്ലറി കളക്ഷൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. കാരണം കുറച്ച് കൂടുതൽ വന്നിട്ടല്ലേ കാര്യമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. സോ ബൈ ടേക്ക്.